സോ ഹേയ് ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ YKP ഫിലിംസ്. അപ്പോൾ നമ്മുടെ ചാനലിന്റെ നെക്സ്റ്റ് ഒരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പറഞ്ഞാൽ കിടിലം ബ്ലൂടൂത്ത് സ്പീക്കർ എങ്ങനെ ഉണ്ടാക്കാണ്. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒട്ടും ടൈം വെച്ചാൽ നമുക്ക് വീഡിയോ കിടക്കാം. ഗൈസ്, അപ്പോൾ ആദ്യം ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ പോണ ബ്ലൂടൂത്ത് സ്പീക്കറിന് ആവശ്യമുള്ള സാധനങ്ങൾ പരിചയപ്പെടുത്തി തരാം. ആദ്യം നമുക്ക് ഇങ്ങനത്തെ ഒരു ആംപ്ലിഫയർ ബോർഡ് വേണം. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ബ്ലൂടൂത്ത് മോഡ് വേണം, ഈ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു ബാറ്ററി ചാർജ് മോഡ്യൂൾ വേണം, നമുക്ക് ഇങ്ങനത്തെ ബാറ്ററി ചാർജ് ചെയ്യാൻ. പിന്നെ ഒരു സ്വിച്ച്, ഒരു സി പോർട്ടിന്റെ കണക്റ്റർ, പിന്നെ 2 സ്പീക്കർ. ഇത് പറഞ്ഞാൽ 3.7 വോൾട്ടിന്റെ ലിഥിയം അയൺ ബാറ്ററിന്റെ 2 ഉള്ളതാണ്. അപ്പോൾ മാക്സിമം ഇങ്ങനെ തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഇതിന്റെ ബോർഡ് ചെയ്യാൻ തുടങ്ങാം. ഗൈസ്, അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഫോം ഷീറ്റ് ആണ്. ഇത് ഞാൻ കർവ് ആയിട്ടാണ് ഉണ്ടാക്കണേ. അപ്പോൾ അതിനായിട്ട് നിങ്ങളിത് ലെങ്ത് എടുക്കുക. ഇത് 10 സെന്റിമീറ്ററും ഇത് 20 സെന്റിമീറ്ററാണ് എടുക്കുന്നത്. എന്നിട്ട് ഇവിടെ 2 സെന്റിമീറ്റർ ഉള്ളിലേക്ക് വരച്ചിട്ട് ഇവിടെ ഒരു സർക്കിളിന്റെ പകുതി ഭാഗം വരച്ചാൽ മതി. അപ്പോൾ നമുക്ക് കർവായി കിട്ടും. 2 സൈഡും അങ്ങനെ വരച്ചിട്ട് ഈ എഡ്ജ് കട്ട് ചെയ്ത് സാൻഡ് പേപ്പർ കൊണ്ട് വരച്ച് വൃത്തിയാക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ 2 സൈഡും കട്ട് ചെയ്ത് സാൻഡ് പേപ്പർ കൊണ്ട് നല്ല വരച്ച് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അതേമാതിരി തന്നെ മറ്റേ ഭാഗവും കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വേണം നമുക്ക് 2 സ്പീക്കർ വയ്ക്കാൻ. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗവും ഉള്ളത്തെ കണക്ഷൻസ് ഒക്കെ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഗൈസ്, ഇനി നമ്മൾ ഇങ്ങനത്തെ നീളമുള്ള പീസ് എടുത്തിട്ട് ഈ പീസ് എടുത്തിട്ട് ഇങ്ങനെ കർവ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. അതിൻ്റെ മുന്നേ ഈ 3 പീസിൽ നമുക്ക് ബ്ലാക്ക് ചാർട്ട് പേപ്പർ ഒട്ടിക്കണം. ഇനി നമുക്ക് അതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ 3 ഭാഗവും ചാർട്ട് പേപ്പർ വെച്ചിട്ട് നല്ല വൃത്തിക്ക് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗം അത് ഞാൻ ഉള്ളിലേക്ക് മടക്കാൻ ഒട്ടിച്ച് ഇതിങ്ങനെ കർവ് ചെയ്ത് ഒട്ടിച്ചിട്ട് ഈ 2 പാർട്ടും ഇതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ച് വെക്കണം. അപ്പം ഇനി നമുക്ക് അത് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മളെ ഫ്രണ്ട് ഭാഗത്തേക്ക് നമ്മളെ സ്പീക്കർ 2 ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ 2 പീസ് ഇങ്ങനെ വെച്ച് സൂപ്പർ ഗ്ലൂ കൊണ്ടും പിന്നെ ബാക്കി ഗ്ലൂ ഗണ്ണ് കൊണ്ടും ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട് എയർടൈറ്റായി നിൽക്കാൻ. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റും നമ്മളെ ഈ സൈഡ് ഭാഗം ഒട്ടിക്കണം. ഞാൻ അതും കൂടെ ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ നമ്മളിതാ ഒട്ടിച്ചിട്ടുണ്ട് ഈ സൈഡ് ഭാഗം. പിന്നെ ഒരു കാര്യം ചെയ്യാനുള്ളത്, ഈ അവസാന ഭാഗം പൊട്ടിക്കാതെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കണം. ഇത് നമുക്ക് ലാസ്റ്റ് ഒട്ടിക്കാത്ത വയറുകൾ ചെയ്തിട്ട് പിന്നെ ഈ സൈഡിൽ 2 ഹോൾ ഉണ്ടാക്കണം. ഒന്ന് സ്വിച്ച് വെക്കാനും മറ്റേ നമ്മൾ ആ സി പോർട്ടിൻ്റെ സാധനം വെക്കാനും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ കണക്ഷൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് കണക്ഷൻസിലേക്ക് കിടക്കാം. കണക്ഷൻസ് ആദ്യം ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ഈ ആംപ്ലിഫയർ ബോർഡിൽ ഈ സൈഡിൽ 2 ഇതുണ്ട്, പ്ലസ്സും മൈനസും 2 സൈഡിലും. പിന്നെ അതേപോലെ സ്പീക്കറിലും ഉണ്ടാവും പ്ലസ്സും മൈനസും. അപ്പോൾ ഈ പ്ലസ്സും സ്പീക്കറിൻ്റെ പ്ലസ്സും 2 അങ്ങനെ കണക്ട് ചെയ്യുക. പിന്നെ നമ്മൾ ആംപ്ലിഫയർ ബോർഡിൽ തന്നെ അവിടെ ലെഫ്റ്റ് ഉണ്ട്, ഗ്രൗണ്ട് ഉണ്ട്, R ഉണ്ട്, റൈറ്റ്. അതേമാതിരി തന്നെ ഇതിലുണ്ട് ബ്ലൂടൂത്ത് ബോർഡിൽ ലെഫ്റ്റ് ടി എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് തന്നെയാണ്, പിന്നെ റൈറ്റ്. അപ്പോൾ അത് 3ഉം കറക്റ്റ് കണക്ട് ചെയ്യുക. അതായത് ലെഫ്റ്റിക്ക്, ഗ്രൗണ്ടിക്ക്, റൈറ്റിക്ക്. പിന്നെ 5 വോൾട്ടിൽ പ്ലസ്സും മൈനസും ഉണ്ടാവും 2ലും. അപ്പോൾ ഈ പ്ലസ്സും കണക്ട് ചെയ്യുക, ഈ പ്ലസ് കണക്ട് ചെയ്യുക. അപ്പോൾ മെയിൻ കണക്ഷൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ബാറ്ററിക്ക് എടുക്കാം. ബാറ്ററിയിൽ പ്ലസ്സും ഉണ്ട് മൈനസും ഉണ്ട്. അതേപോലെ നമ്മൾ ഈ ബാറ്ററി ചാർജിങ് മോഡ്യൂൾ ഉണ്ട്, B പ്ലസ്സും ഉണ്ട്, B മൈനസും ഉണ്ട്. അപ്പോൾ ബാറ്ററിത്തെ പോസിറ്റീവ് B പ്ലസ്സിലേക്കും ബാറ്ററിത്തെ നെഗറ്റീവ് B മൈനസിലേക്കും കണക്ട് ചെയ്യാം. പിന്നെ നമ്മൾ സി പോർട്ട് കണക്ടറിലും ഉണ്ടാവും 2 ഇത്, ഒന്ന് ചുവപ്പും ഒന്ന് കറുപ്പും അല്ലെങ്കിൽ വെള്ള ഉണ്ടാവും. ചുവപ്പ് പോസിറ്റീവും ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് നെഗറ്റീവും ആവും. അപ്പോൾ അതങ്ങനെ പ്ലസ് മൈനസ് ഇവിടെ ഈ ഭാഗത്ത് കണക്ട് ചെയ്യാം. പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഔട്ട് പ്ലസ്സും ഔട്ട് മൈനസും ഉണ്ടാവും. ഔട്ട് മൈനസ് നേരെ നമ്മൾ ഈ ആംപ്ലിഫയർ ബോർഡിൻ്റെയും ബ്ലൂടൂത്ത് ബോർഡിൻ്റെയും നെഗറ്റീവ് കണക്ട് ചെയ്യുക. ഔട്ട് പോസിറ്റീവ് നമ്മുടെ സ്വിച്ചിൻ്റെ ഒരു ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ മറ്റേ ടെർമിനലിൽ നിന്ന് 5 വോൾട്ട് പോസിറ്റീവിലേക്കും കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മളെ കണക്ഷൻസ്. നമ്മൾ സ്വിച്ചും ഈ സി പോർട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ നമ്മൾ പറഞ്ഞ അതേമാതിരി എല്ലാ കണക്ഷൻസും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബാറ്ററി ഇവിടെ നല്ല ഉറപ്പിച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ തിരിച്ച് വെക്കുമ്പോൾ പൊട്ടിപ്പോയാൽ മനസ്സിലായി നന്നായി ഉറപ്പിച്ചൊട്ടിക്കണം. പിന്നെ ഇവിടെ കണക്ഷൻസ് ഒക്കെ ചെയ്ത് ഇവിടെ ചെറിയൊരു ഓട്ടത്തിൽ കുറച്ച് ഗ്ലൂ ഗൺ ആക്കിയിട്ട് നമുക്ക് ഇത് ചാർജ് ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്റർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കും കൂടെ ഒട്ടിക്കണം. അപ്പോൾ അത് ഒട്ടിക്കാം. ഗൈസ്, അപ്പോൾ നമ്മളെ സ്പീക്കർ സെറ്റായിട്ടുണ്ട്. ബാക്കിൽ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ചെറിയൊരു ഡിസൈൻ ഇത് കൂടെ കൊടുക്കണം. അപ്പം നമുക്ക് ഇനി അതാണ് ചെയ്യാനുള്ളത്. അത് വെറുതെ ഭംഗിക്ക് തന്നെയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം. അപ്പം നമുക്ക് അത് ചെയ്യാൻ നോക്കാം. ഗൈസ്, അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 3mm ഫോം ഷീറ്റിൻ്റെ മേലെ നമ്മൾ ഈ സ്പീക്കർ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ കിട്ടണ എടുത്തിട്ട് അതിൻ്റെ കുറച്ച് ഉള്ളിലേക്ക് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ഉണ്ടാവും അത് കാണാൻ. ഫ്രണ്ടിനും ബാക്കിനും വേണ്ടിയിട്ട് 2 പീസ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ചുറ്റും ഒരു പീസ് കൂടെ ഒട്ടിക്കണം. എന്നിട്ട് ഇത് 2 ഫ്രണ്ടിക്കും ബാക്കിക്കും അറ്റാച്ച് ചെയ്യാൻ വേണ്ടേ. അപ്പം അങ്ങനെ ഈ സൈഡത്തെ പീസ് കൂടെ ഉണ്ടാക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ 2 പീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് വെച്ച് കൊടുക്കണം.
ഇത് ഇങ്ങനെ ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇവിടെ 2 എത്തും പശ വെച്ചൊട്ടിക്കണം. നമുക്കിത് ബാക്കിലൂടെ വെക്കാം. ഇനി ഇത് വെച്ചിട്ട് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കണം എങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കർ മാനുവൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ആദ്യം നമുക്കിത് ഓൺ ആക്കാം. ഓൺ വേണ്ടിയിട്ട് കണക്ട് ചെയ്യണം. കണക്റ്റായി. നമുക്ക് പാട്ട് വയ്ക്കാം. ഗൈസ്, അപ്പോൾ നല്ല ഓഡിയോ ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോ കഴിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.